അറ്റാക്ക് സംബന്ധമായ പ്രശ്നങ്ങൾ കണ്ടുപിടിക്കുവാനുള്ള നൂതന മിഷണറി സഹായവും ഇവിടെ ലഭ്യമാണ്. പൂക്കോട്ടുംപാടത്ത് 24/7 പ്രവർത്തിക്കുന്ന ഏക സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ മിത്ര ഹോസ്പിറ്റൽ, നിലമ്പൂർ റോഡ്, പൂക്കോട്ടുംപാടം. പൂക്കോട്ടുംപാടം പുതിയകളം എക്കോ വേൾഡ് വേസ്റ്റ് മാനേജ്മെന്റ് കമ്പനിയുടെ 4ാം വാർഷികാഘോഷം സംഘടിപ്പിച്ചു. അമരമ്പലം പഞ്ചായത്ത് പ്രസിഡന്റ് VP അഫീഫ പരിപാടി ഉദ്ഘാടനം ചെയ്തു. അത്രയും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ പല ടൂറിസ്റ്റ് പ്ലേസ് ആണെങ്കിലും എവിടെയാണെങ്കിലും നമുക്കറിയാം 2 സൈഡിലും മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടിക്കുന്നത്. അതിന് ഒരുപാട് നമ്മൾ മുന്നേറിപ്പോയി. എന്നാലും ഇപ്പോഴും നമുക്ക് പല ഭാഗങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. നമുക്ക് വരും തലമുറക്കാണ് നമ്മൾ ഈ ഭൂമി, നമ്മുടെ എല്ലാ മറ്റു കാര്യങ്ങളൊക്കെ നമുക്കല്ല, നമുക്ക് മാത്രമല്ല വരും തലമുറക്കും കൂടിയാണ്. അത് കാത്തു സൂക്ഷിക്കേണ്ടത് ഒരു പൗരൻ നിലയ്ക്ക് നമുക്ക് എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. അപ്പം ഈ എക്കോ വേൾഡ് അതിന്റെ മാതൃകയായിരിക്കുകയാണ് ഈ ഒരു ദിവസത്തിൽ. കാരണം വരും തലമുറക്ക് നമ്മുടെ നാടിനെ ക്ലീൻ ആക്കിക്കൊണ്ട് ആണ് അവരുടെ 4ാം വാർഷികം ആഘോഷിക്കുന്നത്. അതിനായിട്ട് ഈ പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ചതിന് വളരെയധികം നന്ദി അറിയിക്കുകയാണ്. എന്തായാലും ഈ ഒരു പ്രവർത്തനം ഇനിയും അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ. അജൈവ മാലിന്യം ശേഖരിക്കുന്ന ഒരു കമ്പനിയാണ് ഇവരത്. അത് സെഗ്രിഗേറ്റ് ചെയ്ത് റീസൈക്ലിങ്ങിനും അപ്സൈക്ലിങ്ങിനും വിട്ട് നമ്മുടെ നാടിനെ ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുന്ന വലിയൊരു പങ്ക് ഈ എക്കോ വേൾഡ് ഇന്ന് വഹിക്കുന്നുണ്ട്. അവർക്ക് എല്ലാവിധ ആശംസകളും, മുന്നോട്ടുള്ള അവരുടെ പ്രവർത്തനം നാടിന്റെ നന്മക്കാകട്ടെ എന്നും കൂടി ആശംസിച്ചുകൊണ്ട് ഈ ഒരു ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. പതിവ് രീതികളിൽ നിന്നും വ്യത്യസ്തമായി 90ഓളം വരുന്ന ജീവനക്കാർ ഒത്തുചേർന്ന് പൊതുയിടങ്ങളിലെ മാലിന്യം നീക്കം ചെയ്താണ് വാർഷികം ആഘോഷിച്ചത്. പരിപാടിയിൽ പഞ്ചായത്ത് അംഗം ഇല്ലിക്കൽ ഹുസൈൻ അധ്യക്ഷത വഹിച്ചു. 3 ഭാഗങ്ങളായി തിരഞ്ഞുകൊണ്ട് ഒരു വിഭാഗം അമരമ്പലം പഞ്ചായത്ത് പരിധിയിലും ഒരു വിഭാഗം ചാലിയാർ പുഴയോരവും 3ാമത്തെ വിഭാഗം നാടുകാണി ചുരം പാതയോരങ്ങളിലുമാണ് ശുചീകരണം നടത്തിയത്. ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ റോഡിന്റെ ഇരുവശങ്ങളിലും പ്ലാസ്റ്റിക് മാലിന്യം കുന്നുകൂടുന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരു ഉദ്യമവുമായി എക്കോ വേൾഡ് രംഗത്തെത്തിയത്. ഏകദേശം 650 കിലോയോളം അജൈവ പാഴ്വസ്തുക്കളാണ് റോഡിന് ഇരുവശത്തു നിന്നുമായി എക്കോ വേൾഡ് തൊഴിലാളികൾ ശേഖരിച്ചത്. എക്കോ വേൾഡ് മാനേജർ സുരേന്ദ്രൻ, അബ്ദുൾ റസാഖ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പൂക്കോട്ടുംപാടം.